നമ്മളിപ്പോൾ യാത്രയിലാണ് കേട്ടോ, തിരുച്ചി ഭാഗത്തേക്ക് പോണ യാത്രയിലാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള 2-3 ദിവസം മുന്നേ നമ്മൾ കാണിച്ചിരുന്ന അതുപോലത്തെ മനോഹരമായിട്ടുള്ള ഒരു 100 വീടുകളുടെ പദ്ധതി നമ്മൾ കണ്ടിട്ടോ. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതുപോലത്തെ പദ്ധതികൾ ഗവൺമെൻറ്റിന് ഉണ്ടെന്നുള്ളത്. ഓരോ ഡിസ്ട്രിക്റ്റിലും 100 വീട് വെച്ചിട്ട് ചെയ്യുന്ന പദ്ധതികളാണ് കേട്ടോ. വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ വരുന്നത് തിരുച്ചിക്ക് പോണ റോഡാണ് കേട്ടോ. ഈ റോഡിന് നേരെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലത്തെ ഒരു കവാടം കണ്ടത്. കവാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വലിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ഇങ്ങനെ ഈ കാണുന്ന ലൈനിൽ മൊത്തമുള്ള വീടുകൾ, അതിൻ്റെ ഉൾഭാഗത്തേക്കുള്ള വീടുകളുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു പള്ളിയൊക്കെ വരുന്നുണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളി. അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തമിഴിലാണ് എഴുതിയിട്ടുള്ളത്, എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീടുകൾ ഒരുപാട് എണ്ണുണ്ട്. മെയിൻ റോഡിലാണെന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ, മെയിൻ റോഡാണ്. പിന്നെ റോഡുകൾ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാലിക്കിനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തായിട്ട് വെള്ളം പിടിക്കുന്നുണ്ട്, അടിപൊളി. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലേ 100 വീട് വെച്ചിട്ടുണ്ടാക്കുമല്ലോ. അപ്പോൾ 38 ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ എത്ര എണ്ണമായി? 3800 വീടായി. അടിപൊളി. മോനൂസിന് പറ്റിയൊരു കമ്പനിനെ കിട്ടിയിരുന്നു കേട്ടോ. ആയി കൊടുത്ത മോനൂസ്, ആയി കൊടുത്ത ടാറ്റ കൊടുത്ത ടാറ്റാ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിപൊളി ഒരു സ്രോതസ് ഉണ്ട് കേട്ടോ. 3-4 പൈപ്പ് ഉണ്ട്, അതിലൊന്ന് പൊട്ടിയിട്ടുണ്ട്, 2 പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്തോ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ടുള്ളൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ആ കാണുന്ന ടാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അടിപൊളി കേട്ടോ. വെറൈറ്റി ആയിട്ട് കലവിരുത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം കേട്ടോ. 100 വീടുകളാണെന്നുള്ളതാണ്. ഇവിടെ എല്ലാ ജാതിക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയ. മനോഹരമായിട്ടുള്ള മുസ്ലിങ്ങളൊരു പള്ളിയുണ്ട് കേട്ടോ. ഈ ഏരിയക്കൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇത് 87ാമത്തെ വീടാണ്. അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ടോ. ഇതെന്ത് ചെടിയാണെന്നുള്ള അറിയില്ല, മനോഹരമായി. കഴിഞ്ഞ ഗ്രാമത്തിലത്തെ വീടുകളും ഈ ഗ്രാമങ്ങളും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വീടിൻ്റെ കളർ വരുന്നത് റോസും വൈറ്റും കൂടിയാണ് കേട്ടോ. ഒരു വീട്ടിൽ ചെറുതായിട്ട് കട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 43ാമത്തെ വീടാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഓട്ടോൻ്റെ ഈ ഒരു വുഡിൻ്റെ ഭാഗം വെറൈറ്റി ആണെന്നുള്ള കേട്ടോ. നമ്മളെ നാട്ടിലത്തേനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴേ വെറൈറ്റിയാണ്. ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ, നോർമൽ ഡിസൈൻ. ബാക്കിയൊക്കെ പിന്നെ കമ്പനി ഇറങ്ങുന്ന രൂപം. പിന്നെ ഇവിടെ ഇങ്ങനെ ഓണറുടെ പേര്, ഡീറ്റെയിൽ കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നായും ആടുംകുട്ടിയും കൂടിയുള്ള കമ്പനി കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച. ഈ ഒരു ഏരിയയിൽ പാർക്ക് വരുന്നുണ്ട് കേട്ടോ, ഗ്രാമവാസികൾക്കുള്ള പാർക്ക്. ഇത് മറ്റേ ഗ്രാമത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അവിടെ വലിയ പാർക്കായിരുന്നു, അടിപൊളി. ഈ കാണുന്നതേ അംഗനവാടിയാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മളെ വണ്ടി നിൽക്കുന്നത്. മാലിക്കിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇത് മൊത്തം കണ്ടിട്ടോ, മൊത്തം ഇങ്ങനെ കറങ്ങി കണ്ടുവന്ന്. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം കേട്ടോ, മാഷാ അല്ലാഹ്. പിന്നെ എടുത്തു പറയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും 100 വീട് വീതം കേട്ടോ. അപ്പോൾ 38 ഡിസ്ട്രിക്റ്റ് ഉണ്ട്, 3800 വീട്. മാഷാ അല്ലാഹ്. ഒരു വ്യത്യസ്ത മോഡലിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് കേട്ടോ, അടിപൊളി. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സ്കൂൾ വരുന്നുണ്ട്. തിരുച്ചി ഭാഗത്തേക്കുള്ള യാത്രയാണ്. ആ 100 വീടിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുച്ചിക്കുള്ള മെയിൻ റോഡിലാണ്. അപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പള്ളി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു അറബിക് കോളേജാണ്. നമ്മൾ ആവശ്യ സാധനങ്ങൾ കുറച്ച് ഈ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. இந்த ஊர் பேர் என்னண்ணா? உங்கள் பேர்? ശരി അണ്ണാ, കിളമ്പുറേ. മാലിക്ക് തട്ടോട്ടെ നിൽക്കണേ. മോനൂസിന് മുട്ടായി മേടിച്ചിട്ടുണ്ട്, ഭയങ്കര സന്തോഷമായിരിക്കണേ. ഒരു വെറൈറ്റി വെയിറ്റിംഗ് ഷെഡ് കേട്ടോ, മെയിൻ റോഡിലാണ്. അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡ്. നമ്മൾ
യാത്രയിൽ തന്നെ കേട്ടോ, മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കിണർ കണ്ടിട്ടോ. കിണർ അത്യാവശ്യം വലിയ കിണറാണെന്നുള്ളതാണ്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പടവ് അടിപൊളിയായിട്ട് മറ്റേ കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത് കേട്ടോ. അവിടെ നിൽക്കണേ മനോഹരമായിട്ടുള്ളൊരു പാടത്താണ് കേട്ടോ നിൽക്കണേ, പാടം. അങ്ങനെ നമ്മളെ യാത്രയിലാണ്. നമ്മൾ ഒരു ഗ്രാമത്തിൽ കൂടിയില്ലേ ഉത്സവം, അതേപോലത്തെ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഉന്തുവണ്ടിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വൈക്കോൽ കൂനകളാണ് ഈ കാണുന്നത്. മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മാലിക്കത്തോടെ നിൽക്കണേ. പിന്നെ ഏകദേശം തിരുച്ചിയുടെ ഭാഗത്താണല്ലോ ഇട്ടുള്ളത്. ഏകദേശം 5 കിലോമീറ്റർ ഡിഫറൻ്റ് ഉള്ളൂ. വലിയ മനോഹരമായിട്ടുള്ള വീടുകളാണ് കേട്ടോ തിരുച്ചി ടൗണിലൊക്കെ ഉള്ളത്. അടിപൊളി വീടുകളാണ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇരു സൈഡുകളിലും തിരിച്ച് ടൗണാണ് കേട്ടോ. ടൗൺ ടച്ച് ചെയ്യുമ്പോഴും നല്ല നല്ല വലിയ വീടുകളുണ്ടാവും കേട്ടോ. അത് ഏത് ഏരിയയ്ക്ക് ചെന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഉൾഗ്രാമങ്ങളിൽ മാത്രമേ നമുക്ക് പച്ചയായ മനുഷ്യരും കാര്യങ്ങളും പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ ഉൾഗ്രാമങ്ങളിലാണ് കാണാൻ കഴിയുക. അവിടെയൊക്കെ വലിയ വീടുകളാണ് കേട്ടോ. അങ്ങനെ തിരിച്ചിൽ നിന്നും തഞ്ചാവൂർ പോണ റോട്ടിലാണ് കേട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ കണ്ടു. ഗാർഡനിൽ ഇതുപോലെ വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള കല്ലുകൾ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായി തോന്നിയത് ഈ ഒരു സംഭവമാണ്. ആ ലൈറ്റ്, ആ ഒരു എയ്ത്ത് കേട്ടോ. അതിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുന്നേ ഇവിടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് പോവാം. ഈ മരം കണ്ടില്ല, ഒരു വ്യത്യസ്ത രീതിയിൽ ചെയ്ത് വെച്ചിരിക്കണം. പൊളിച്ചിങ്ങോട്ട് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് കല്ലുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് മറ്റേ വെള്ളമൊക്കെ വരുന്നത് പോലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കല്ല് കേട്ടോ. അതിൻ്റെ കൂടെ പൈപ്പ് ലൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ തുറക്കണേ ഉള്ളൂ കേട്ടോ, 9 മണി ആയിട്ടുള്ളൂ. ഈ കല്ലുകളൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ മനോഹരമായിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടാണ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ, അടിപൊളി. ഇവിടെ ഇതിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട ആൾക്കാർക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഗ്രീൻ വൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി. ഉള്ളിൽ പല കലാവിരുദ്ധം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഫില്ലറൊക്കെ കണ്ടാണ് പ്രത്യേക ഒരു ഡിസൈന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കല്ലുകൾ കൊത്തുപണി. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു എയ്ത്ത് ഉണ്ടല്ലോ, ഇത് പ്രത്യേക തരം ഡിസൈൻ കേട്ടോ. കല്ലുമ്മൽ കണ്ടോ, ഇത് ഇതുപോലെ മറ്റേ കട്ട് ചെയ്ത് കേട്ടോ, PVC ആണ് കട്ട് ചെയ്തിട്ട് കൊടുത്ത് കേട്ടോ. മനോഹരമായിട്ടുണ്ട്, അടിപൊളി അടിപൊളി. ഈ കാണുന്ന മതിലൊക്കെ നോക്കിക്കോളിട്ടോ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി. ഇതിൻ്റെ കവാടാണ് ഈ കാണുന്നത്. ഇവിടെയും സൈഡിൽ ഇത് അതുപോലെ കല്ലിൽ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കല്ലിൽ ഒരു കുളമുണ്ട്. ഇങ്ങനെയുണ്ട് സെൻസ്. ഇത് 2003 തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉത്ഭവം. ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുണ്ട് ഉത്ഭാഗം എന്നുള്ളതാണ് കേട്ടോ. ഒന്നിനൊന്ന് മെച്ചാണ് എവിടേക്ക് നോക്കുമ്പോഴും. തുറന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറിയുന്നു. മനസ്സേ കയറണ്ട ഭയങ്കര ഭംഗിയിട്ട് എവിടേക്ക് നോക്കിയാലും. ഈ ഗേറ്റ് തന്നെ നോക്കിയിട്ട് ഒരു പ്രത്യേകതരം ഡിസൈനിൽ കമ്പികൾ വെച്ചിട്ടുണ്ടാക്കിയൊരു സംഭവം, അടിപൊളി.